സദേൺ റെയിൽവേ ജനറൽ മാനേജർ എംപിമാരുടെ കോൺഫറൻസ് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇതിന്റെ DPR സ്ഥിതി. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഈ DPR റെയിൽവേ ബോർഡിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് കഴിഞ്ഞ ഏതാനും 2 ആഴ്ചയ്ക്ക് മുമ്പ് റെയിൽവേ മന്ത്രി പറയുകയാണ് ഞങ്ങൾ സർവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല നിങ്ങൾ 8 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സർവേ അല്ലേ? ഇങ്ങനെയാണ് ഇവര് ഇത് റീപാക്കേജ് ചെയ്യുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് റെയിൽവേ മന്ത്രിയായിട്ടോ അതല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയുടെ കൂടെ സഹപ്രവർത്തകരായ രാജീവ് ചന്ദ്രശേഖറുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. റെയിൽവേയുടെ ഒരു പ്രോജക്റ്റ് നമുക്ക് നടത്തണമെങ്കിൽ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്വിസിഷൻ ഉള്ള പ്ലാൻസും അവരത് പ്രോപ്പറായിട്ട് നടത്തിയാൽ മാത്രമേ റെയിൽവേക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റൂ. മോസ്റ്റ് ഓഫ് ദ റെയിൽവേ പ്രോജക്ട്സ് അത് എന്താ പറയുക ഹോൾട്ട് ആവുന്നതിന്റെ മെയിൻ റീസൺ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അതിനുള്ള ലാൻഡ് കൊടുക്കാത്തതാണ്. അപ്പം റെയിൽവേയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ ലാൻഡ് നമുക്ക് കൊടുക്കണമല്ലോ. കുറേ വർഷമായിട്ട് ശബരി റെയിൽപാത പറയുന്നു. ഇപ്പൊ 10 കൊല്ലമായിട്ട് ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതുവരെ എന്താണ് അത് ചെയ്യാത്തതെന്ന് കൂടെ പറയാം. ഓക്കെ, നല്ല ചോദ്യം. ഇത് സ്ഥിരമായിട്ട് റെയിൽവേ മന്ത്രി ഈ മറ്റേ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന രൂപത്തിൽ പാർലമെന്റിൽ പറയുന്നതാണ് ഈ ഒരു വാദഗതി. ഇവിടെ നേമൻ ടെർമിനലുണ്ട്. അതായത് ട്രിവാൻഡ്രം സെൻട്രലിന്റെ കഞ്ചഷൻ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് 12 വർഷം മുമ്പ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അവസാനം അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാനത് നിരന്തരമായിട്ട് എന്നെ പുറകെ നടന്ന് പാർലമെന്റിൽ ഉൾപ്പെടെ ബഹളം വെച്ച ശേഷമാണ് 12 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ പണി തുടങ്ങി. ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നു? ആ പദ്ധതിയുടെ സൗകര്യങ്ങളൊക്കെ ഗണ്യമായി വെട്ടിച്ചുരുക്കിയിട്ട് നാമമാത്രമായ ഒരു സംവിധാനമാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ദേശീയപാതയ്ക്ക് സ്ഥലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ സർക്കാരല്ലേ സ്ഥലം മുഴുവൻ അക്വയർ ചെയ്ത് കൊടുത്തത്. റെയിൽവേ പാതയും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അതായത് 2000 കോടി രൂപയുള്ള ഒരു പദ്ധതിക്ക് 100 കോടി രൂപ അവിടെ നിന്ന് ഒരു ബജറ്റിൽ കൊടുക്കും. 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ 10 വർഷം 15 വർഷം കഴിഞ്ഞാലും ആ പദ്ധതി പൂർത്തിയാകില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇവരെ ആശ്രയിച്ചിട്ട് നമ്മൾ സ്ഥലം ഏറ്റെടുക്കും? അപ്പോൾ ഈ ഭൂമി അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താ കാരണം? സ്ഥലം വിട്ടുകൊടുക്കുന്ന സ്ഥിതി വരുമ്പോൾ എല്ലാവരും അതിന് എതിർപ്പ് പറയും. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ സർക്കാരിന് സ്ഥലം അക്വയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ റെയിൽവേ സഹകരിക്കണം. ഇവർ മനഃപൂർവ്വം പദ്ധതികൾ ഇട്ട് വഹിച്ച് അങ്ങനെ ആ പദ്ധതി ഒരിക്കലും യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഒരു നിമിഷം താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. 3795 കോടിയാണ് 2026-27 സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ പ്രോജക്ട്സിന് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. അത് കുറെ കാലം മുന്നേ 372 ഉള്ളായിരുന്നു. ഇപ്പൊ 3795 കോടി. താങ്കളിപ്പോ പറഞ്ഞു 2000 കോടിയുടെ പ്രോജക്ട്. ഇത്രയും രൂപ അനുവദിച്ചിട്ട് പല പ്രോജക്ട് നടക്കാത്ത ലാൻഡ് അക്വിസിഷൻ കാരണം മാത്രമാണ്. ഞാൻ ചോദിച്ച ശബരിയുടെയാണ്. ശബരി എത്ര വർഷമായിട്ടുള്ള കാര്യമാണ്. സദേൺ റെയിൽവേ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യം കൊണ്ട് ഡിലേ ആവുന്നുണ്ട്. അത് എത്ര വ്യക്തത ഞാൻ പറയാം. അതായത് നിങ്ങൾ റെയിൽവേക്ക് പണ്ടൊരു പിങ്ക് ബുക്ക് ഉണ്ടായിരുന്നു. ആ പിങ്ക് ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പിങ്ക് ബുക്ക് സംവിധാനം തന്നെ അവർ നിർത്തിവെച്ചു. ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട തുക ഏത് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്, റെയിൽവേയുടെ ഓണാണോ ബോറോയിങ് ആണോ, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ പരിപാടി നിർത്തി. ഇവർ 3000 കോടി രൂപ എന്ന് പറയണു. ഈ 3000 കോടി രൂപ പലതും നടപ്പിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ വെച്ചിട്ട് അത് ലാപ്സാക്കി കളയുക. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം. എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് റെയിൽവേ മന്ത്രി 8 സർവേകൾ പ്രഖ്യാപിച്ചു. 8 സർവേകൾ. അതിലൊന്ന് ഷൊർണൂർ എറണാകുളം 3-ാം പാതയായിരുന്നു. ഷൊർണൂർ എറണാകുളം 3-ാം പാത. അതായത് 3-ാം പാത 8 വർഷം മുമ്പ് റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഈ സർവേ എന്ന് പറയുന്നത്. ആ സർവേ ചെയ്തിട്ട് സദേൺ റെയിൽവേ ആ DPR റെയിൽവേക്ക് സമർപ്പിച്ചു 2 വർഷം മുമ്പ് സമർപ്പിച്ചു. സദേൺ റെയിൽവേ ജനറൽ മാനേജർ എംപിമാരുടെ കോൺഫറൻസ് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇതിന്റെ DPR സ്ഥിതി. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഈ DPR റെയിൽവേ ബോർഡിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് കഴിഞ്ഞ ഏതാനും 2 ആഴ്ചയ്ക്ക് മുമ്പ് റെയിൽവേ മന്ത്രി പറയുകയാണ് ഞങ്ങൾ സർവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല നിങ്ങൾ 8 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സർവേ അല്ലേ? ഇങ്ങനെയാണ് ഇവര് ഇത് റീപാക്കേജ് ചെയ്യുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ പദ്ധതിയുടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ശബരിപാതയുടെ കാര്യം പറഞ്ഞല്ലോ, 2.5 പതിറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതി സ്ഥലം അക്യൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിനുള്ള പണം നീക്കി വെക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ 10 വർഷം UDF ഭരിച്ചു, 10 വർഷം BJP ഭരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം പറയുകയാണ് അതിന്റെ തുക പകുതി ഒരു വിഹിതം സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഏത് പദ്ധതി എടുത്ത് പരിശോധിച്ചോളൂ. ഒരുപക്ഷെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് റെയിൽവേ മന്ത്രിയായിട്ടോ അതല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയുടെ കൂടെ സഹപ്രവർത്തകരായ രാജീവ് ചന്ദ്രശേഖറുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഇപ്പം ആദ്യ UP സർക്കാരില് CPM-ന്റെ പിന്തുണയുണ്ടായിരുന്നു. ആ സമയത്ത് നടപ്പാക്കായിരുന്നു. വേഗം വർഷം പിന്നോട്ട് പോയില്ലായിരുന്നു, 15 വർഷം പിന്നോട്ട് പോയില്ലായിരുന്നു. UPA ഗവൺമെന്റിന്റെ കാലത്ത് 4 വർഷമാണ് ഇടതുപക്ഷം പിന്തുണച്ചത്. തർക്കമില്ലല്ലോ. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി പല പദ്ധതികൾക്കും ഗുണകരമായി കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ വിമാനത്താവളം, ഈ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായത് എപ്പോഴാണ്? VP സിംഗ് പ്രധാനമന്ത്രിയായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വന്നപ്പോഴാണ് ഇതിനെ അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിട്ട് 6-8 മന്ത്രിമാര് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് UPA സർക്കാരിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ 10 വർഷം മിണ്ടാണ്ടിരുന്നവരാണ്. അതാ ഞാൻ പറയുന്നത്. അതാണ്. അപ്പൊ ഇപ്പം ശബരിപ്പാത എന്ന് പറഞ്ഞ MP മാര് വന്നപ്പോ ഞാൻ ചോദിച്ചു, അല്ല 10 വർഷം നിങ്ങളുടെ ഒരു അരണസൻ, അതും സർവ പ്രതാപശാലികളായിട്ടുള്ള വയലാർ രവി, AK ആന്റണി ഉൾപ്പെടെയുള്ള മന്ത്രിമാര് ആ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. 10 വർഷം ക്രമാന്തരക്ഷരം ഒരു മിണ്ടിയില്ല. ഞാൻ കുട്ടിയോട് പറഞ്ഞല്ലോ, അതായത് ഇവർ 3000 കോടി രൂപ അലോക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇവരെപ്പോഴും ഓരോ പ്രോജക്റ്റിന് 100 കോടി 50 കോടി വെച്ച് വരും. ഇത് എവിടെ എത്തും? പിന്നെ ഇതെന്ന് വെച്ചാൽ കേരളത്തിന് വലിയ വിഹിതം കൊടുത്തു എന്ന് പറയും. നിങ്ങൾ റെയിൽവേയുടെ ഒരു ചിത്രം പരിശോധിക്കുക, എത്ര ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ റെയിൽവേ ഇപ്പോൾ ഹൈസ്പീഡ് കോറിഡോർസ് പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ ഒരു ഹൈസ്പീഡ് റെയിൽവേ വേണ്ട കേരളത്തെ അവഗണിച്ചിട്ടില്ലേ പ്രഖ്യാപിച്ചത്? അപ്പൊ ഇവരുടെ ഒരു പ്രത്യേക രീതി. ഇപ്പൊ നാം പറഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് കോടി രൂപയാണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്? നമുക്കൊരു ഫാസ്റ്റ് റെയിൽവേ വേണം, അത് കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ആ ഫാസ്റ്റ് റെയിൽവേ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റും റെയിൽവേയും കൂടി സംയുക്തമായി ചേരുന്ന ഒരു പദ്ധതിയാകുന്നത് അനുയോജ്യമാകുമെന്നല്ലേ പറഞ്ഞത്? അതുപോലും അനുവദിക്കാൻ തയ്യാറല്ല. അങ്ങനെ തയ്യാറാകാത്തവരാണ് ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽവേ അവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.